അങ്ങിങ്ങനെ വരുന്നത് ഒട്ടും ശരിയല്ല. കാരണം ആരെങ്കിലും എന്നെ കണ്ടാലോ? കാണുന്നവർ കാണട്ടെ ഇനാറ. നീ മറക്കുന്നു ഞാൻ ഈ വേണ്ടിയാർ രാജ്യത്തിന്റെ യുവരാജാവണമെന്നുള്ള കാര്യം. പിന്നെ എനിക്ക് ജീവൻ തരുന്ന സ്ഥലത്തല്ലാതെ ഞാൻ എങ്ങോട്ട് പോകണം? എന്ത്, ഇവിടെയോ? ഈ സ്ഥലം അങ്ങേക്ക് ജീവൻ തരുന്നു? അതെ, സ്ഥലം മാത്രമല്ല, വേറെ പലതും തരുന്നുണ്ട് ജീവൻ. യുവരാജാവായ ആദം ഒരു ടെനർ വംശത്തിൽപ്പെട്ട പെൺകുട്ടിക്കൊപ്പമോ? ഒരു ശക്തിയുടെ യുദ്ധത്തിന്റെ കാര്യമില്ല. എന്റെ ആയുധം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇതെന്താ പതിവില്ലാത്ത ഓരോ ശീലങ്ങൾ. അങ്ങനെ ഇരുട്ടിൽ പതുങ്ങി നിൽക്കുന്നത് ശരിയല്ല. ഗ്രേറ്റ് ആദം ബെഞ്ചമിൻ സ്വയം ചിരിക്കുന്നു. എന്തൊരു അത്ഭുതമാണിത്. ഒന്ന് പോയേ സെയിം. അതൊക്കെ ഇരിക്കട്ടെ, മോൻ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ പുറത്തു പോയതാ. ഓ, പുറത്തല്ലേ? ഈയിടെ മോന്റെ പുറത്തു പോക്കിച്ചിരി കൂടുന്നില്ലേ എന്നൊരു സംശയം. അയ്യോ, ആണോ? ഇത് ഞാൻ അറിയുന്ന ആദമല്ലല്ലോ. ഓ, നിനക്കിപ്പോ എന്നെ പറ്റി ഓർത്ത് ഇത്ര പരിഭ്രമം ഉണ്ടായിരുന്നു സഹോദര? ഓ, നിന്നെ ഓർത്തല്ല സഹോദര, നിന്റെ മാറ്റത്തിന് കാരണം അല്ല, മാറ്റത്തിന് കാരണമായ വ്യക്തിയെ ഓർത്താണ് എന്റെ പരിഭ്രമം. അപ്പൊ എന്റെ ഊഹം ശരി തന്നെ. ഹേയ്, അങ്ങനെയൊന്നുമില്ല. നീ വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂടുന്നതാ. ആണോ? അല്ല, ഞാൻ ജനിച്ച നിമിഷം മുതൽ നിന്നെ കാണാൻ തുടങ്ങിയതാ. പക്ഷെ അപ്പോഴൊന്നും നിന്റെ ഈ കണ്ണുകളിൽ എന്തോ നഷ്ടമാകും എന്നുള്ള ഈ ഭാവം ഞാനിതുവരെ കണ്ടിട്ടില്ല. എല്ലാം സൂക്ഷിച്ചു വേണം സഹോദര. ഇതൊന്നും ഒരിക്കലും നല്ലതിൽ ചെന്ന് അവസാനിക്കില്ല, പ്രത്യേകിച്ചും നമ്മളെപ്പോലുള്ളവർക്ക്. എനിക്ക് നിന്റെ ഉപദേശത്തിന്റെ ആവശ്യകത ഇല്ല സെയിൻ. അതെ, ഒരിക്കലുമില്ല. പക്ഷേ ഞാനൊരു മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ആദം, നീ എന്താണ് വരാൻ വൈകിയത്? അത് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. എന്താണ് ഇത്രയ്ക്കും അത്യാവശ്യമുള്ള കാര്യം? രാജഭവൻ ഭക്ഷണം കഴിക്കട്ടെ, നമുക്ക് പിന്നെ ഇതിനെ പറ്റി സംസാരിക്കാം. ആദം, ഇരിക്കൂ. നിന്നിൽ എന്തോ ഒരു മാറ്റം? ഒന്നും മാറിയിട്ടില്ല, എല്ലാം പഴയതുപോലെ തന്നെയാണ്. അതങ്ങനെ തന്നെ ആയിരിക്കണം. മറക്കരുത്, നീ എന്റെ മകൻ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭാവി രാജാവും കൂടിയാണ്. അപ്പോ രാജൻ ആദമിന്റെ സ്വയംവരത്തിന്റെ കാര്യം ചെയ്യണ്ടേ? അതിന്റെ ആവശ്യകതയൊന്നുമില്ല. അതെന്താണ് ആദം നീ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ഈ രാജകുടുംബത്തിലെ സ്വയംവരത്തിനോട് താല്പര്യമില്ല, അത്ര തന്നെ. നിന്റെ അഭിപ്രായം ഇവിടെ ആരും ചോദിച്ചില്ല. ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതിരിക്കൂ. നിനക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ആരും ഉണ്ടല്ലേ? ഈ ചർച്ച നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇല്ല, നീ എവിടെയും പോകുന്നില്ല. ഇതിന് കൃത്യമായി മറുപടി നൽകിയിട്ട് നീ പോയാൽ മതി. ആദം അതാരായാലും, പക്ഷെ ഈ രാജകീയ പദവിയുടെ ഭാരം ആ കുട്ടിക്ക് താങ്ങാൻ കഴിയില്ലേ? കഴിഞ്ഞാലും ഇല്ലെങ്കിലും അത് അവളുടെ പ്രശ്നമല്ല, ഈ രാജകീയ നിയമങ്ങളുടെ പ്രശ്നമാണ്. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ആദം. നീ നിന്റെ സ്ഥാനം മറക്കരുത്. എന്റെ സ്ഥാനം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്.
കുമാര, അങ്ങെന്താണ് ഈ സമയത്ത് ഇവിടെ? എന്തു പറ്റി? നമ്മുടെ പക്കൽ ഇനി ഒട്ടും സമയമില്ല ഇനാറ. എന്തിനുള്ള സമയം? അങ്ങ് എന്താണ് ഈ പറയുന്നത്? എന്റെ സ്വയംവരം ഉറപ്പിക്കാൻ പോകുന്നു. കുമാര, അതൊരു നല്ല കാര്യമല്ലേ അങ്ങേക്കും ഈ രാജ്യത്തിനും വേണ്ടി? എനിക്ക് അതാണ് വേണ്ടതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കുമാര, അത് പറയാൻ എളുപ്പമാണ്. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ, ഈ രാജ്യം, അവർക്ക് വേണ്ടി. ഞാൻ അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. എനിക്ക് നിന്നെയാണ് വേണ്ടത് ഇനാറ. ആദം, അത് എന്റെ ജീവിതകാലം മുഴുവൻ എന്നിൽ നിന്നും അവർ പ്രതീക്ഷിച്ചത് മാത്രം ചെയ്താണ് ഞാൻ ജീവിച്ചത്, അവരുടെ ആവശ്യങ്ങൾക്കുള്ള ഒരടിമയെപ്പോലെ. പക്ഷെ നിന്റെ കൂടെ ഉള്ളപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി എന്തോ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. കുമാര, അങ്ങ് എന്താണ് പറയുന്നതെന്ന് അങ്ങേക്ക് നിശ്ചയമുണ്ടോ? ഞാൻ എന്റെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് ഇനാറ. ആദം, ഞാൻ അങ്ങേക്ക് ചേർന്നൊരു പെൺകുട്ടിയല്ല. അല്ലെന്നോ? എന്റെ ഹൃദയത്തെ എത്രമാത്രം നീ സ്വാധീനിച്ചുവെന്ന് നിനക്ക് പോലും അറിയില്ല ഇനാറ. കുമാര, എനിക്ക് നിന്നെ വേണം. ആരിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ താൽക്കാലികമായോ അല്ല. എൻ്റെ കൂടെ ജീവിതകാലം മുഴുവൻ എൻ്റെതായി മാത്രം ജീവിക്കാൻ നീ തയ്യാറാണോ? ഇതിന്റെ പ്രായശ്ചിത്തം അങ്ങേക്ക് അറിയാലോ. ചിന്തിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ. ഞാൻ എപ്പോഴേ തീരുമാനിച്ചു കഴിഞ്ഞതാണത്. ഇനി നിന്റെ സമ്മതം കൂടി മതി. പറയൂ, തയ്യാറാണോ? അത് എനിക്കും ഇഷ്ടമാണ്. എന്താ? ഒന്നുകൂടെ പറയൂ. എനിക്കും കുമാരനെ ഇഷ്ടമാണെന്ന്. ആദം, ഇതിന്റെ വരും വിപത്തോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. അതപ്പോഴത്തെ കാര്യമല്ലേ. പക്ഷേ ഇന്ന് ഇപ്പോൾ എന്ത്? ഇപ്പോൾ എൻ്റെ മുന്നിൽ ഒരു പദവിയോ ജനങ്ങളോ നിബന്ധനകളോ ഇല്ല. നീ മാത്രമാണുള്ളത്. ഇതെന്താണ് ഇനാറ? ഇത് നാം ടെനർ വാമ്പേഴ്സിന്റെ ഒരു വിശ്വാസമാണ്. നാം ആദ്യമായി ഇഷ്ടപ്പെടുന്ന ആളുടെ കൈകളിൽ ഈ മോതിരം അണിയിക്കണമെന്നുള്ളത്. ഇതിലെന്താണ് ഇത്രയ്ക്ക് പ്രത്യേകതയുള്ളത്? അത് എനിക്കും താങ്കൾക്കും മാത്രമേ ഈ മോതിരം ഇപ്പോൾ കാണാൻ സാധിക്കൂ. എവിടെയാണോ സത്യമായ സ്നേഹമുള്ളത് അവർക്ക് തമ്മിൽ മാത്രമേ ഇത് കാണാൻ സാധിക്കൂ. പിന്നെ അങ്ങേ എല്ലാ ആപത്തുകളിൽ നിന്നും ഇത് സംരക്ഷിക്കും. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ. ഇപ്പോൾ തന്നെ നേരം ഒരുപാട് വൈകിയിരിക്കുന്നു. നീ വീട്ടിലോട്ട് പൊയ്ക്കോളൂ. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? മോളെ, കുഴപ്പമില്ല. മുത്തശ്ശൻ മാറൂ, ഞാൻ ഇതൊക്കെ എടുക്കാൻ സഹായിക്കാം. അയ്യോ മോളെ, ഇതൊരു ബുദ്ധിമുട്ടായോ? എന്ത് ബുദ്ധിമുട്ട്? അതൊന്നും ഒരു കുഴപ്പമില്ല മുത്തശ്ശ. വളരെ നന്ദിയുണ്ട് മോളെ. മോൾക്ക് ഞാനിപ്പോ എന്താ തരിക? എന്താ ഇത് വെച്ചോ? ശരി മുത്തശ്ശ. എന്റെ തല, എനിക്ക് എന്തായി പറ്റുന്നേ? വ്ളാഡിമിർ, അപ്പോൾ നിനക്ക് എന്നെ അറിയാം അല്ലേ ഇനാറ?
നിന്റെ കുമാരനെ കാട്ടിന്റെ എട്ടി വെച്ചാണോ വാഗ്ദാനം തരുന്നത്? കുമാരനെ പറ്റി പറയാൻ തനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ഒരു യുവരാജനെ മോഹിക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? ആ രാജകുടുംബത്തിലുള്ളവർ നിന്നെ നശിപ്പിക്കും. ഒരിക്കലുമില്ല. എനിക്ക് എന്റെ കുമാരന് വിശ്വാസമാണ്. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഞാൻ നിന്നെ സഹായിക്കാനാണ് പോകുന്നത്. എന്റെ കണ്ണിലേക്ക് നോക്കൂ. ഇല്ല ഇല്ല, ഞാൻ നോക്കില്ല. നിനക്ക് ആദമിന്റെ കൂടെ ജീവിക്കണ്ടേ? ഈ നിമിഷം മുതൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കും. അതെ, ഞാൻ അനുസരിക്കാം. എന്നെ കണ്ടുമുട്ടിയതോ ഈ സംഭവമോ ഒന്നും നിനക്ക് യാതൊരു ഓർമ്മയും കാണില്ല. ഞാനെന്താ ഇവിടെ? ഇങ്ങോട്ടെന്തിനാ വന്നേ? ആ സമയം ഒരുപാട് വൈകി, വീട്ടിലേക്ക് പോകാം. രാജ ആ പെൺകുട്ടിയെ കണ്ടെത്തി. ആരാണത്? ഫ്രെഡറിക്കിന്റെ മകൾ ഇനാറ. ഇനാറ? അന്നീ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന പെൺകുട്ടിയല്ലേ അത്? അതെ രാജ. ശരി, അതിൽ എപ്പോഴും ഒരു കണ്ണ് വേണം. അതുപോലെ ഇനാറയെ പറ്റിയുള്ള എല്ലാ വിവരവും എനിക്ക് ഉടനെ തന്നെ കൊണ്ടുവരിക. രാജൻ, അങ്ങ് ഇതിനെപ്പറ്റി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല. ആദ്യം ഇവിടുത്തെ യുവരാജാവാണ്. അവനൊരു ടെനർ വംശത്തിൽപ്പെട്ട വാമ്പയറിനെയാണ് സ്നേഹിക്കുന്നതെന്ന് പ്രജകൾ അറിഞ്ഞാൽ അതിന്റെ വിപത്ത് നിനക്കറിയാവുന്നതല്ലേ? അതെ, അത് ശരിയാണ്. പക്ഷേ ഞാൻ അറിഞ്ഞിടത്തോളം ഇനാറ ഒരു പാവം പെൺകുട്ടിയാണ്. അതൊക്കെ ആയിരിക്കാം. പക്ഷെ എന്തൊക്കെയായാലും അവൾ ഒരു ടെനർ വാമ്പയറാണ്. രാജൻ, എന്താ സംഭവം? കഴിഞ്ഞ രാത്രി നമ്മുടെ രാജ്യത്തിന്റെ അടുത്തുള്ള ഗ്രാമത്തിലെ കുറെ മനുഷ്യരെ ഏതോ വാമ്പയർ കൊലപ്പെടുത്തി. എന്ത്? കൊലപ്പെടുത്തിയെന്നോ? ഇതുവരെ ഒരു വാമ്പയർ പോലും മനുഷ്യരെ ആക്രമിച്ചിട്ടില്ല. ഇതിപ്പോൾ എന്താണിങ്ങനെ? ഇതുറപ്പായിട്ടും ആ ഹിനാമസ് വാമ്പയേഴ്സിൽ ആരെങ്കിലും തന്നെയായിരിക്കും. അതിന് ഹിനാമസ് വാമ്പേഴ്സിന് ആ ഗ്രാമത്തിലേക്ക് കടക്കാൻ സാധിക്കില്ലല്ലോ. ഹിനാമസ് വാമ്പയേഴ്സിന് മാത്രമല്ല, നാം വാമ്പയേഴ്സിലെ ആർക്കും ആ ഗ്രാമത്തിലേക്ക് കടക്കാൻ സാധിക്കില്ല. അഥവാ കടന്നാൽ മരണം ഉറപ്പാണ്. അതെ ആദം, നീ പറഞ്ഞത് ശരിയാണ്. ഇതിനെപ്പറ്റി നാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സ്നേഹ, ഒന്ന് വേഗം ഇറങ്ങിയതാ, ലേറ്റ് ആവുന്നു. ആടി ദാ ഇറങ്ങി. മതി പുട്ടിയിട്ട വന്നേ. ഇതേത് മാലയാ? നീ ഇതെപ്പോ വാങ്ങിച്ചു? എനിക്ക് ഓർമ്മയൊന്നുമില്ല, എവിടെന്നോ കിട്ടിയതാ. എന്തായാലും ഈ മാല നീ ഇട്ട ഔട്ട്ഫിറ്റിന് മാച്ച് ഉണ്ട്, അതെടുത്തിട്. ക്യാമ്പസിലൊന്നും ആരും വന്നില്ലേ? ഇനി വല്ല സ്ട്രൈക്കാണ്? പിന്നെ സ്ട്രൈക്കൊന്നും അല്ല, എല്ലാരും ക്ലാസ്സിൽ കയറി കാണും. നമ്മൾ ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. കർത്താവേ, അരമണിക്കൂറാ? ആരാ എന്തോ ആ ഫസ്റ്റ് പീരീഡ്? ആ ശ്രീയൊന്നും ആവല്ലേ? ആഹാ, നിന്റെ പ്രാർത്ഥന കേട്ടല്ലോ കർത്താവ്. ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിങ്ങളെന്താ ലേറ്റായി? എനിക്ക് റോഡ് ബ്ലോക്ക് ആയിരുന്നു. ആ കാണുന്ന ഹോസ്റ്റലിൽ നിന്ന് വരാൻ ബ്ലോക്ക് അല്ലേ? കേറ്. ഓ, ഇയാൾ എനിക്കിട്ട് പണിയാനാണ് വരുന്നേന്ന് തോന്നുന്നു. സ്നേഹ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? നത്തിങ് സാർ, നത്തിങ്. ഞാനിവിടെ കുറെ നേരമായി ബോറടിച്ചിരിക്കുകയായിരുന്നു.
ആ നമ്മൾ വന്നല്ലോ ഡാനിക്കുട്ടാ, പിന്നെ എന്താ? Oh yeah, guys. സ്നേഹ സ്റ്റാൻഡപ്പ്. ഭർത്താവെ പൊക്കി. എസ് സാർ. Who is the first psychologist to work on intelligence? ഇന്റലിജൻസ് ഇറ്റ് ഈസ് It is. ബാക്കി പോരട്ടെ. ഇറ്റ് ഈസ് അറിഞ്ഞൂടാ സാർ. അവിടെ ഇരുന്ന് സംസാരിക്കുന്ന നേരം 4 അക്ഷരം എടുത്ത് പഠിക്കാൻ നോക്ക്. ഓക്കെ സാർ. അടുത്തിരിക്കുന്ന ആൾ എണീറ്റ് അതിന്റെ ആൻസർ പറ. Me, sir? നീ തന്നെ എണീക്ക്, നിന്റെ ആൻസർ അറിയോ? Oh yeah, of course. So the first psychologist who worked on the intelligence was Alfred Binet. Yeah, good. Sit down. എടാ പട്ടി, കൂടെ നിന്ന് ചതച്ചല്ലേ. ഇതൊക്കെ ഈസി അല്ലേ? വാട്ട് സ്നേഹ? ഈസി അല്ല തേങ്ങ. പോ അവിടെ നിന്ന്. സ്നേഹ, come to my cabin. ഓ, എന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ ശരി ഗൈസ്, ഞാൻ പോയി കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചിട്ട് വരാം. Can I ask you something? എന്താ ഡാനി? ഞാൻ വന്ന ദിവസം തൊട്ട് നോക്കാത്താണല്ലോ, സോണായിട്ടാണല്ലോ. ഏയ് അങ്ങനെയൊന്നുമില്ല, നിനക്ക് തോന്നിയതാവും. Oh, I can. Maybe. Yeah, by the way, എനിക്ക് ആ മാത്സ് നോട്ട് ഒന്ന് തരുമോ? പിന്നെന്താ, ഇന്നാടാ. എന്താ പറ്റിയേ? ഒന്നുമില്ല, ഞാൻ ഒന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം. Yes, come in. എന്താ വിളിച്ചേ? ഡോർ അടച്ചിട്ട് ഇങ്ങോട്ട് കയറി വാ. ഡോർ എന്തിനാ അടയ്ക്കുന്നേ? നിന്നെ കൊല്ലാനൊന്നും അല്ല, ഒന്ന് വാ കൊച്ചേ. ഈ ഫയൽ ഒന്ന് റീന മിസ്സിന്റെ കയ്യിലേക്ക് ഞാൻ കൊടുത്തേക്ക്. അയ്യേ, ഇതിനാണോ ഇത്രയും ഹൈപ്പ് തന്ന്? കൊണ്ട് കൊടുത്തേക്കാം. ശരി. നിക്ക് പോവാൻ വരട്ടെ. എന്താ? എന്താന്ന് അറിയില്ല. അറിയില്ലാത്തോണ്ടല്ലേ ചോദിച്ചേ. ക്ലാസ്സിൽ എൻജോയ്മെന്റ് ഇത്തിരി കൂടുന്നില്ലേ? ആണോ സാർ? ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ശ്രദ്ധ എന്തിലാണെന്ന് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പൊക്കോട്ടെ ഫയല്? ചിലതൊന്നും എനിക്ക് ഒട്ടും പിടിയുന്നില്ല. ശരി സാർ, എന്നാ ടാറ്റ. അയ്യോ ശ്രീ, ഓക്കെ ആണോ? സോറി. ക്ലാസ്സിൽ പോടി. അയ്യോ, എന്റെ നടു. കുട്ടിപ്പിശ ഇത്ര ശക്തി ഉണ്ടായിരുന്നോ? അല്ല, വെയിറ്റ്, അവളെന്നെ ശ്രീന്നല്ലേ വിളിച്ച്? നീ എവിടെ നിൽക്കുവായിരുന്നോ? അതെ, നിന്നെ എന്തിനാ ശ്രീ വിളിപ്പിച്ചേ? അതോ, ഒരു ഫയൽ റീന മിസ്സിന്റെ കയ്യിൽ കൊടുക്കാൻ. എന്താ മോളെ നിന്റെ മുഖം പാടിയിരിക്കുന്നേ? എടാ, അതൊന്ന് ഡാനിയൽ എന്റെ ഒരു ബുക്ക് വാങ്ങിച്ചപ്പോ എനിക്ക് എന്തൊക്കെയോ വിഷൻസ് കണ്ട പോലെ തോന്നി. വിഷൻസോ? നിനക്ക് എന്താ കൊച്ചേ? ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കോളേജിൽ വെച്ച് ആ ബുക്കിന്റെ കാര്യം ഒന്ന് ഓർക്കരുതെന്ന്. എനിക്ക് അതിനെപ്പറ്റി ഓർത്തിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല ഇപ്പൊ. നീ അത് വിട്, വാ, ക്ലാസ് തുടങ്ങാറായി. ഡാനിയലിനെ പറ്റി അന്വേഷിച്ചു, ബട്ട് അയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയില്ല. എന്ത്? അതെന്താ? ആകെ കിട്ടിയ ഇൻഫർമേഷൻ അയാൾ അമേരിക്കയിൽ നിന്ന് എന്തോ വന്നതായിട്ടാണ്. ശരി, അവനിൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണം. പിന്നെ അതും ഒരു കാര്യം ചോദിക്കട്ടെ? അലക്സ്, എന്താ? അന്ന് ശരിക്കും എന്താ ഉണ്ടായത് നിങ്ങളുടെ ഇടയിൽ? അതുപോലെ മനുഷ്യർ താമസിക്കുന്ന ഈ നാട്ടിലേക്ക് എങ്ങനെയാണ് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത്? അലക്സ്, പണ്ട് കാലത്ത് നാം വാമ്പേഴ്സിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കാനായിട്ട് അവർ നമുക്കൊരു ശാപം നൽകി. നാം വാമ്പേഴ്സിന് ഒരിക്കലും മനുഷ്യരുടെ ഈ ലോകത്തിലോട്ട് കടക്കാൻ സാധിക്കില്ലെന്ന്, അഥവാ കടന്നാൽ മരണം ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കൽ ഇനാറയാൽ ആ ശാപം ബന്ധിക്കപ്പെടുന്നത്. അതൊക്കെ ശരി, പക്ഷേ ഇനാറയും ഒരു വാമ്പയർ അല്ലേ? പിന്നെങ്ങനെയാ ഇതൊക്കെ സംഭവിച്ചത്? ഹായ് ഗായ്സ്, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹ വന്നു കേട്ടോ. മാറി നിൽക്കും അങ്ങോട്ട്. ഞാൻ എന്റെ ഫാൻസിന്റെ അടുത്തൊരു ഹായ് പറയട്ടെ. പിള്ളേരെ കാണുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഹായ് മരിയ. ഞാൻ ഇനി ഹായ് തന്നില്ലെന്നേട്ടാ. ഹായ് മരിയ.
ഓക്കെ, നമുക്ക് കുറച്ച് കമന്റ്സ് വായിക്കാം. സോ വെയിറ്റിംഗ് ആയിരുന്നു എപ്പിസോഡിന് വേണ്ടി. ശ്രീയാൻ സ്നേഹ കോംബോ ഒരു രക്ഷയുമില്ല. ഓ ആണോ, താങ്ക് യു ഗൈസ്. ആ ഡാനിക്കുട്ട, നിന്റെ ഫാൻസ് ഇതാ വിളിക്കുന്നു. Oh, hey, sweetheart. എൻ്റെ വക ബേബിക്കൊരു ഹായ് ആൻഡ് ഉമ്മ. ഹേ ഗായ്സ്, എല്ലാവരും ഈ എപ്പിസോഡിന് വേണ്ടി നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നല്ലേ. ഇത് ഫൈനൽ എപ്പിസോഡിൻ്റെ പാർട്ട് എ ആണ്. പാർട്ട് ബി ഉടനെ തന്നെ കാണുമെന്നാണ് നമ്മുടെ റൈറ്റർ ചേച്ചിയും എഡിറ്റർ ചേച്ചിയും തന്ന വിവരം. അപ്പോൾ അതുവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. ടാറ്റാ.